സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കഥയാണ്. കഥയുടെ പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻ. തുടങ്ങട്ടെ. ഡിസംബറിൻ്റെ അതിശൈത്യം. മഞ്ഞിൽ കുളിച്ച ബാംഗ്ലൂർ നഗരം. ഈ വർഷം തണുപ്പ് വളരെ കൂടുതലാണ്. ഒരുതരം കുത്തിക്കയറുന്ന തണുപ്പ്. പുതപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തെന്നി നീങ്ങുമ്പോഴേക്കും ഇരച്ചു കയറുന്ന കുളിര്. രാജീവ് ഒന്നുകൂടി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. ഇത്തവണ ന്യൂ ഇയർ നാട്ടിലാക്കുവാനാണ് എന്നേ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 മാസങ്ങളായി നാട്ടിൽ പോയിട്ട്. അച്ഛനും അമ്മയും എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു തുടങ്ങി ആഴ്ചകളായി. ഒന്നാമത് ലീവ് കിട്ടുവാൻ വളരെ പ്രയാസം. ഇനി എങ്ങനെയെങ്കിലും ലീവ് സംഘടിപ്പിച്ച് പോയി വരാം എന്ന് കരുതിയാൽ തന്നെ ട്രെയിനിലോ ബസ്സുകളിലോ ടിക്കറ്റുകളും ലഭ്യമല്ല. ശബരിമല സീസണും ക്രിസ്മസ് അവധികളും ന്യൂ ഇയറും ഒരേ കാലത്തായതിനാലാണ് ഈ അവസ്ഥ. ഇനിയും കിടന്നാൽ ട്രെയിൻ മിസ്സാകും. എണീക്കുക തന്നെ. രാജീവ് എഴുന്നേറ്റു വാഷ്റൂമിലേക്ക് നീങ്ങി. ഓല ആപ്പിലൂടെ ബുക്ക് ചെയ്ത ഓട്ടോയിൽ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിക്കുമ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന തണുത്ത കാറ്റിൽ അയാൾ വിറച്ചിരുന്നു. ഹോ, എന്തൊരു തണുപ്പ്! റോഡിൽ ഈ നേരത്ത് വാഹനങ്ങൾ കുറവായതിനാൽ ആവണം സ്റ്റേഷനിൽ പെട്ടെന്നെത്തി. തൻ്റെ ഇതിനു മുമ്പത്തെ പല ന്യൂ ഇയർ വേളകളും ഈ ബാംഗ്ലൂരിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആഘോഷങ്ങളിലേക്കൊന്നും സാധാരണ പോകാറില്ല. എന്നത്തെയും പോലെ 1-ാം തീയതിയും സമയത്ത് ജോലിക്ക് പോകും. പുറം ലോകം പുതുവത്സരമുണരുമ്പോൾ പാർട്ടികളിലും മറ്റ് ആഹ്ലാദ തിമിർപ്പുകളിലും ഒഴുകുമ്പോൾ താൻ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ടാകും. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി! സത്യം പറയുകയാണെങ്കിൽ താൻ ഈ മെട്രോ സിറ്റിക്ക് പറ്റിയ ആളെയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തണുത്തു മരവിച്ച ഒരു സുപ്രഭാതത്തിൽ കയ്യിൽ ഒരു ബാഗും അതിൽ ഏതാനും വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളുമായി വന്നിറങ്ങുമ്പോൾ ജീവിതത്തെക്കുറിച്ച് കുറേ ആശങ്കകൾ മാത്രമായിരുന്നു കൈമുതൽ. പിന്നെ ഇന്ന് വരെയുള്ള യാതനകളും ഒറ്റയ്ക്കുള്ള പടവെട്ടലുകളും നിറഞ്ഞതായിരുന്നു. ഇനി മുന്നോട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഒരേ ഒരു ആശ്വാസം, ഒന്നും നേടാനായില്ലെങ്കിലും ആർക്കും ഒരു പ്രയാസവും നൽകാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്നുണ്ട് എന്നാണ്. ലക്ഷങ്ങൾ മാസവരുമാനങ്ങൾ വാങ്ങുന്ന IT പ്രൊഫഷണലുകളും മറ്റു മിടുക്കരും വിഹരിക്കുന്ന ഈ ബാംഗ്ലൂർ നഗരം തന്നെ പോലുള്ളവരെ സ്വീകരിക്കുവാൻ അല്പം മടിയുള്ള കൂട്ടത്തിലാണെന്നാണ് തൻ്റെ അനുഭവം. മാളുകളും പബ്ബുകളും ബിയർ പാർലറുകളും ദിനചര്യകളുടെ ഭാഗങ്ങളായുള്ള ഇവിടുത്തെ തിരക്കുകളിൽ താനെന്നും ആൾക്കൂട്ടത്തിൽ തനിയെ തന്നെയായിരുന്നു. ആർഭാടവും ജാടയും ബാങ്ക് ഡെപ്പോസിറ്റുകളും ഫ്ലാറ്റും ബംഗ്ലാവും വാഹനങ്ങളുമൊക്കെയാണല്ലോ ഇക്കാലത്തെ ഈ ബാംഗ്ലൂരിൽ എന്നല്ല കേരളമടക്കമുള്ള ലോകമെമ്പാടുമുള്ള ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയുമെല്ലാം ആധാരം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണം. അതുമല്ലെങ്കിൽ മദ്യപാന സദസ്സുകളിൽ പങ്കുചേരണം. ഇതിനൊന്നും കഴിയാത്തവൻ ഈ ലോകത്ത് എന്നും ഒറ്റയ്ക്ക് തന്നെ. സിറ്റി റെയിൽവേ സ്റ്റേഷനിലെത്തി. രാജീവ് ഓട്ടോയിൽ നിന്നിറങ്ങി. എറണാകുളം ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം 2 ഇൻഡിക്കേറ്ററിൽ കണ്ടു. നേരെ അങ്ങോട്ട് നടന്നു. നല്ല തിരക്ക്. തണുപ്പും തിരക്കും വകവയ്ക്കാതെ പരക്കം പായുന്നു യാത്രക്കാർ. കോച്ച് കണ്ടെത്തി. അയാൾ തൻ്റെ സീറ്റിലിരുന്നു. വിൻഡോ സീറ്റാണ്. ഇനി ഉച്ച കഴിയും ഇറങ്ങേണ്ട സ്റ്റേഷനിലെത്തുവാൻ. സീറ്റിൽ ചെരിഞ്ഞും തിരിഞ്ഞും ഇരുന്ന് സമയം കളയുക എന്നല്ലാതെ വേറെ ഒരു പോംവഴിയുമില്ല. കഴിയുന്നതും ഈ വണ്ടിയിൽ യാത്ര ചെയ്യാറില്ല. ഒരു പകൽ മൊത്തം വേസ്റ്റാകും. പക്ഷേ രാത്രി ട്രെയിനുകളിൽ ടിക്കറ്റില്ലെങ്കിൽ എന്തു ചെയ്യും? കാലത്ത് കഴിക്കുവാൻ എന്ത് കിട്ടുമാവോ? കുറേ സമയം പുറം കാഴ്ചകളിൽ നോക്കിയിരുന്ന് സമയം കളയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണിൽ തോണ്ടിക്കളിക്കാം. 1-2 ചായയും കുടിക്കാം. വേറെ എന്ത് ചെയ്യാനാകും? ശരിക്കും ഒരു ബോറൻ യാത്ര തന്നെ. ഏതായാലും ഈ സീസണിൽ
ചൂട് കുറവായിരിക്കും. അതാണ് ഒരേ ഒരു ആശ്വാസം. ഇപ്പോഴും ഓർക്കുന്നു, ഇവിടെ വന്നുപെട്ട തുടക്കകാലത്ത് മിക്കവാറും എല്ലാ ശനിയാഴ്ചയും രാത്രി ഐലൻഡ് എക്സ്പ്രസ്സിൽ അൺറിസർവ്ഡ് കോച്ചിൽ നിലത്തിരുന്നും നിന്നും നാട്ടിലേക്ക് പോകുമായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ച പകൽ അവിടെ ചിലവഴിച്ച് വൈകിട്ടത്തെ ഐലൻഡിൽ തന്നെ തിരിച്ചു പോരുകയും ചെയ്യും. തിങ്കളാഴ്ച കാലത്ത് ജോലിക്ക് സമയത്ത് ചെന്നിരിക്കും. അന്ന് അതൊരു പ്രയാസപ്പെട്ട കാര്യമായി തോന്നുമായിരുന്നില്ല. വല്ലാത്തൊരാവേശമായിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങി. ഇപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലായിരിക്കും നിറയുക. നല്ല തണുത്ത കാറ്റടിക്കുന്നു. വിൻഡോ ഗ്ലാസ് അടച്ചു. വണ്ടി കണ്ടോൺമെൻറ്റിലെത്തി. വിചാരിച്ച പോലെ തന്നെ യാത്രക്കാർ ഇരച്ചു കയറി. അയാളുടെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അധികം താമസിച്ചില്ല. തിങ്ങി നിറഞ്ഞ കോച്ചുകളെ വലിച്ച് കിതപ്പോടെ വണ്ടി വീണ്ടും ഓടിത്തുടങ്ങി. ഇന്ന് ഈ വർഷത്തെ അവസാന ദിവസമാണ്. ലോകം ഈ വർഷത്തെ യാത്രയാക്കി ആഘോഷത്തോടെ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാനൊരുങ്ങുകയാണ്. ഇന്നലെ ഓഫീസിൽ ചെറിയ തോതിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു. ടീമിലെ ഏക മലയാളി ജോസ് ഫിലിപ്പ് ഏതാനും ദിവസങ്ങളായി എല്ലാവരോടും അന്വേഷിച്ചിരുന്ന ഒരു ചോദ്യം എന്നോടും ചോദിച്ചു. രാജീവ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ലേ? തനിക്കെന്ത് റെസൊല്യൂഷൻ? ഓരോ ദിവസവും തള്ളി നീക്കുന്നു. ഒരു പുതുമയും മാറ്റവുമില്ലാത്ത ജീവിതം. കാലത്ത് എഴുന്നേറ്റാൽ ഓഫീസിൽ വരുന്നു, വൈകിട്ട് വീട്ടിലെത്തിയാൽ ഉറങ്ങുന്നു. ഇതുതന്നെ ദിനചര്യ. നാട്ടിൽ പോക്കും തീരെ കുറഞ്ഞു. വല്ലപ്പോഴും പോയാൽ പിറ്റേന്ന് തന്നെ മടങ്ങും. മുമ്പൊക്കെ ചില യാത്രകൾ 2-3 ലീവുകൾ പ്ലാൻ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടുകാരും മറ്റ് കുടുംബാംഗങ്ങളും നാട്ടുകാരുമെല്ലാം തൻ്റെ വേണ്ടപ്പെട്ടവരും തന്നെ കാത്തിരിക്കുന്നവരുമാണെന്നാണ് അന്നൊക്കെ തൻ്റെ ധാരണ. അവരെൻ്റെ കുടുംബം, ബന്ധു. ആ വീട്ടുകാർ തൻ്റെ സ്വന്തം വീട്ടുകാർ, നാട്ടുകാർ. അങ്ങനെ പലതരത്തിലും താൻ ചിന്തിച്ചിരുന്നു അക്കാലത്ത്. ബാംഗ്ലൂർ നഗരത്തിൽ എത്തിപ്പെട്ട കാലത്ത് ഇവിടെയുള്ള എല്ലാ ബന്ധുക്കളെയും നാട്ടിലെ പരിചയക്കാരായ ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരെയും അവരുടെ അഡ്രസ്സുകൾ സംഘടിപ്പിച്ച് അന്വേഷിച്ച് ചെന്ന് കാണുകയാണ് ആദ്യം ചെയ്തത്. ചിലരുടെയെങ്കിലും ടെലിഫോൺ നമ്പറുകൾ ശേഖരിച്ച് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാനും താൻ ശ്രമിച്ചിരുന്നു. കുറച്ചധികം ലീവുള്ള നാട്ടിലേക്കുള്ള യാത്രകളിൽ വീട്ടിലെത്തിയാൽ ഒട്ടും സമയം കളയാതെ ഇറങ്ങി പുറപ്പെടുകയായി എല്ലാവരെയും പോയി കാണുവാൻ. പലപ്പോഴും അമ്മ പറയുമായിരുന്നു, നിനക്കിതെന്തിൻ്റെ കേടാ കുട്ടിയെ? വല്ലപ്പോഴും 2 ദിവസം ലീവെടുത്ത് വീട്ടിലെത്തിയാൽ ഒതുങ്ങിയിരുന്നുകൂടെ ഒരു ഭാഗത്ത്? ഇങ്ങനെ വീട് വിടാന്തരം കയറിയിറങ്ങിയിട്ട് എന്താ ഗുണം? അവർക്കൊക്കെ നീ ഇങ്ങനെ കയറി ചെല്ലണത് പിടിക്കുന്നുണ്ട് എന്നാണോ നിൻ്റെ വിചാരം? ഈ കാലത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒന്നും ഇല്ല കുട്ടിയെ. അതിനൊന്നും ഒരു വിലയില്ല. താൻ തർക്കിക്കും. എൻ്റെ അമ്മേ, അതൊക്കെ അമ്മയുടെ ഓരോ തോന്നലുകളാണ്. അവർക്ക് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെയല്ലേ. അവരെ ചെന്ന് കാണാതെ ഞാൻ തിരിച്ചു പോയാൽ അവരെന്താ കരുതുക? അവനിപ്പോൾ വലിയ ജോലിക്കാരനായി, നമ്മളെയൊക്കെ മറന്നു. എന്നാൽ ആ സരസ്വതിക്കൊന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടൂടെ? അത് അമ്മയ്ക്ക് മോശമല്ലേ? തൻ്റെ വാദം കേട്ട് അമ്മ മൂക്കത്ത് വിരൽ വയ്ക്കും. നിനക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല കുട്ടിയെ, പതുക്കെ പഠിച്ചോളൂ. ഹലോ, നാട്ടിലെങ്ങോട്ടാ? തൊട്ടടുത്തിരുന്ന ചെറുപ്പക്കാരൻ. അയാളുടെ ശബ്ദം രാജീവിനെ ചിന്തയിൽ നിന്നും ഉണർത്തി. ഞാൻ പാലക്കാടാണ് ഇറങ്ങണത്. രാജീവ് പുഞ്ചിരിയോടെ മറുപടി നൽകി. ഞാനും പാലക്കാട് തന്നെയാണ്. എൻ്റെ പേര് സതീഷ് ബാബു. അയാൾ രാജീവിന് ഹസ്തദാനം ചെയ്തു. ഓ, അത് ശരി. എനിക്ക് പിന്നെയും പോകാനുണ്ട്. കൂനത്തറ കേട്ടിട്ടില്ലേ? ആര്യങ്കാവ് പൂരം പിന്നെ പ്രസിദ്ധമല്ലേ. എനിക്ക് പിന്നെ കുറച്ച് ദൂരെ പോകണ്ടുള്ളൂ, കോങ്ങാട്. ബാംഗ്ലൂർ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ മത്തിക്കരയിലാണ്. എനിക്കറിയാമ ഏരിയ. ഇടയ്ക്കിടയ്ക്ക് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഞാൻ ഇന്ദിരാനഗറിലാണ്. രാജീവിന് സന്തോഷമായി. സംസാരിച്ചിരിക്കുവാൻ പറ്റിയ സഹയാത്രികൻ.
ആണെന്ന് തോന്നുന്നു. ന്യൂ ഇയർ നാട്ടിലാക്കാം എന്ന് തീരുമാനിച്ചു അല്ലേ? ഞാനും അതാണ് നാട്ടിൽ പോകുന്നത്. ആഘോഷങ്ങൾക്കൊന്നുമല്ല കേട്ടോ, 2 ദിവസം അവധിയാണ്, അതുകൊണ്ട് പുറപ്പെട്ടു, സതീഷ് പറഞ്ഞു. ന്യൂ ഇയർ എന്ന് വെച്ചിട്ടൊന്നുമല്ല ഞാനും പോകുന്നത്. പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. ഒറ്റ മോനാ ഞാനേ. അപ്പോൾ സാധിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പോയി വരാറുണ്ട്. അത് വേണ്ടത് തന്നെ. എൻ്റെ അച്ഛനമ്മമാർ മുംബൈയിലാണ്, പെങ്ങളോടൊപ്പം. കോങ്ങാട് ഏട്ടന് കുടുംബമാണുള്ളത്. കാലാവസ്ഥ ചെറിയ തോതിൽ മാറി വരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടന്നതോടെ തണുപ്പ് കുറഞ്ഞു, അല്പം ചൂടും തുടങ്ങി. അമേരിക്കയിൽ ഒരു MNC കമ്പനിയിലായിരുന്നു സതീഷ്. ബാംഗ്ലൂരിലെത്തി 1 വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ. മാർത്തഹള്ളിയിലാണ് ഇപ്പോഴത്തെ ഓഫീസ്. പലതും സംസാരിച്ചിരുന്ന് അവർ സമയം ചിലവഴിച്ചു. അല്ല രാജീവ്, ന്യൂ ഇയർ ആയില്ലോ, പുതിയ വല്ല റെസൊല്യൂഷനും? സതീഷ് കൗതുകത്തോടെ അന്വേഷിച്ചു. എനിക്ക് ന്യൂ ഇയർ എന്ന പരിപാടിയേ ഇല്ല, റെസൊല്യൂഷൻ ഒട്ടും ഉണ്ടാവാറില്ല, രാജീവ് ചിരിച്ചു. എനിക്കുമില്ല കേട്ടോ. അതായത് പുതുതായിട്ടൊരു തീരുമാനവും ഇക്കുറി ഇല്ലെന്നർത്ഥം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ളവർ നിർബന്ധമായിട്ട് എടുത്തിരിക്കേണ്ട ചില റെസൊല്യൂഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നേ എടുത്തിട്ടുണ്ട് ഞാൻ, അമേരിക്കയിൽ വെച്ചിട്ട് തന്നെ. സതീഷ് എന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാതെ രാജീവ് അയാളെ നോക്കി. പിടികിട്ടിയില്ല അല്ലേ? സതീഷ് ചോദിച്ചു. വിശദമായി തന്നെ പറഞ്ഞു തരാമാണെങ്കിൽ. പക്ഷേ രാജീവിന് ബോറടിക്കും, അതുറപ്പാ. അതൊന്നുമില്ല, പറഞ്ഞോളൂ. ചുരുക്കി പറയാം രാജീവേ, ഞാൻ പഠനശേഷം ആദ്യം ജോലി തേടിയെത്തിയത് ഈ ബാംഗ്ലൂർ തന്നെയായിരുന്നു. പിന്നീടാണ് ഓൺസൈറ്റ് ജോലിയുമായി അമേരിക്കയിലേക്ക് പോയത്. ഇപ്പോൾ വീണ്ടും ബാംഗ്ലൂരിൽ തിരിച്ചെത്തി 1 കൊല്ലത്തിലേറെയായി. ഒരുപാട് അനുഭവങ്ങൾ, അവയിലധികവും മോശപ്പെട്ടവയായിരുന്നു എന്നെ പഠിപ്പിച്ച അനുഭവങ്ങൾ. ഒരു നിമിഷം നിർത്തി അയാൾ ഏതോ ആലോചനയിൽ മുഴുകി. പിന്നെ തുടർന്നു. നാട് വിടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്തൊക്കെയോ ബോധ്യപ്പെട്ടിരുന്നു. അതെല്ലാം ശരികൾ തന്നെയായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു. വീണ്ടും സതീഷ് നിശബ്ദനായി. പിന്നെ രാജീവിനോട് ചോദ്യം ആവർത്തിച്ചു. ഒരു റെസൊല്യൂഷനും എടുക്കാനില്ലെന്നാണോ? ഉള്ളത് പറയാമല്ലോ സതീഷേ. ഞാൻ ഒരു പുതുവത്സരങ്ങളുടെ ആഘോഷങ്ങളിലും ഭാഗമാകാറില്ല. പക്ഷേ ഈയിടെയായി ചില റെസൊല്യൂഷൻസ്, ചില തീരുമാനങ്ങൾ ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുമുണ്ട്. അത് ഈ ന്യൂ ഇയറിന് എന്നല്ല കേട്ടോ. സതീഷ് പൊട്ടിച്ചിരിച്ചു. എന്നാൽ പിന്നെ ഈ ന്യൂ ഇയർ തന്നെ ആയിക്കോട്ടെ നീ. സതീഷ് പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. അതല്ല, അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയൂ, ഞാനൊന്ന് അറിയട്ടെ. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ. പറയുന്നതിന് എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ കുറച്ചുണ്ട് പറയാൻ. സതീഷ് ചുരുക്കി പറഞ്ഞ് എന്നെ ബോറടിപ്പിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അത് സതീഷിന് ബോറടിയാവും. അതുകൊണ്ടാ. പറയണോ? എനിക്ക് ബോറടിയൊന്നുമില്ല, ധൈര്യമായിട്ട് പറയുന്നേ, സതീഷ് പ്രോത്സാഹിപ്പിച്ചു. ട്രെയിൻ സേലത്തെത്തിയിരിക്കുന്നു. സതീഷ് എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിപ്പോയി. പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടക്കുന്ന പുരുഷാരത്തെ നോക്കി രാജീവ് ഇരുന്നു. അല്പസമയത്തിനകം 2 കപ്പ് ചായയുമായി സതീഷ് തിരിച്ചെത്തി. ഒരെണ്ണം രാജീവിന് നൽകി. നല്ല ചായ. ചായ രുചിച്ചു നോക്കി രാജീവ് അഭിപ്രായപ്പെട്ടു. ഇവിടെ സേലം റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചായ കിട്ടും. നീ നല്ല ചുടുപാൽ കുടിക്കണോ? അതുമുണ്ട് ഇവിടെ. ഞാൻ എപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിലും സേലമാകാൻ കാത്തിരിക്കും. ചായ ഊതി കുടിച്ചുകൊണ്ട് സതീഷ് പറഞ്ഞു. വണ്ടി വിട്ടു. ബാംഗ്ലൂരിൽ കൊടും തണുപ്പാണെങ്കിൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നിരുന്നത്? അത് തന്നെ, റെസൊല്യൂഷൻസിൻ്റെ കാര്യം സതീഷ് ഓർമ്മിപ്പിച്ചു. എനിക്ക് അത്തരം പരിപാടികളൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ മനസ്സ് മന്ത്രിക്കാറുണ്ട്. ചില തീരുമാനങ്ങളൊക്കെ അനിവാര്യമാണെന്ന്. രാജീവ് ചിരിച്ചു. ഇതിനിടയ്ക്ക് അവരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ തോളിൽ ഭാരമേറിയ ഒരു ബാഗും കൈകളിൽ കീ ചെയിനുകളുടെ കോമ്പലുകളുമായി എത്തി. കോമ്പലകൾ ലഗേജ് കാരിയറിൽ അവിടെ ഇവിടെ തൂക്കി. പലതരത്തിൽ പല കളറുകളിൽ കീ ചെയിനുകൾ.
ജീവിക്കാനുള്ള ഓരോ കഷ്ടപ്പാടുകൾ. രാജീവ് ആത്മകഥം പോലെ പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ. ചിലർക്ക് ജീവിതം ഉത്സവമാണെങ്കിൽ മറ്റു ചിലർക്ക് അതിസാഹസങ്ങളാണ്. സതീഷ് ഫിലോസോഫറായി. പാവം, ആ സ്ത്രീയിൽ നിന്നും ആരും കീ ചെയിൻ വാങ്ങിയില്ല. അവർ കോമ്പലകളെല്ലാം എടുത്ത് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയി. രാജീവ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യെസ്, ചോദിക്കൂ സതീഷ്. രാജീവിന് റെസൊല്യൂഷൻ ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. ശരി, എന്നാലും ചിലതൊക്കെ വേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും പറഞ്ഞു. ആ സാഹചര്യങ്ങൾക്കൊന്ന് പറയാമോ? വിരോധമില്ലെങ്കിൽ. പറയുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ സതീഷ്, അത് കുറച്ച് സമയമെടുക്കും പറഞ്ഞു തീരാൻ. എന്നെ ബോറടിപ്പിക്കാതെ കാര്യമായിട്ടൊന്നും പറയാതെ സതീഷ് തടി തപ്പിയ പോലെ ഒന്നും ആവില്ല എൻ്റെ കാര്യം. പറഞ്ഞു തുടങ്ങിയാൽ കുറച്ചുണ്ട് പറയാൻ. ബോറടിക്കും തീർച്ചയാ. രാജു ഉറക്കെ ചിരിച്ചു. സതീഷും, ഏയ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോറടിയൊന്നുമില്ല. ഞാനും എന്തൊക്കെയോ പറയണമെന്ന് തന്നെയാണ് കരുതിയത്. പിന്നെ തോന്നി അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. രാജീവിന് പറയാനുള്ളത് ലേറ്റസ്റ്റ് കാര്യങ്ങളായിരിക്കുമല്ലോ, ചൂടുള്ള വാർത്ത. അതിനല്ലേ ഇന്നും ഡിമാൻഡ്. സതീഷ് തിരിച്ചുകൊണ്ട് രാജീവിനെ പ്രോത്സാഹിപ്പിച്ചു. പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, പണ്ട് സ്കൂളിൽ പിന്നീട് പ്രീ ഡിഗ്രിക്കും പഠിച്ചിരുന്ന കാലഘട്ടമല്ല ഇന്നത്തെ എന്നാണ്. പക്ഷേ ഇപ്പോഴും അത് മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് പെരുമാറുവാൻ എനിക്കാവുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല സതീഷ്. മുമ്പൊക്കെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം വേണ്ടപ്പെട്ടവർ, അവർക്ക് ഞാൻ എന്നും പ്രിയപ്പെട്ടവൻ എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. ഇടയ്ക്കിടയ്ക്ക് കുടുംബ വീടുകളിലേക്ക് ഓടിച്ചെല്ലും. അവരാവശ്യപ്പെടാതെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സ്വയം ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കും. വയസ്സായവരെ ക്ഷേത്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും സഹായിയായി അനുഗമിക്കും. കല്യാണമോ 28 ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. കറണ്ട് ബില്ലടയ്ക്കാനോ മരുന്നോ മറ്റോ വാങ്ങിക്കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ അമ്മയോട് അവർ ആവശ്യപ്പെടും, രാജുവിനെ ഒന്നും കൂടെ അയക്കും സരസ്വതിയെ. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എന്നെയും വേണ്ട, എൻ്റെ അച്ഛനമ്മമാരെയും വേണ്ട. പ്രായമായ എൻ്റെ അച്ഛനമ്മമാരെ അവർ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും സ്വന്തം കാര്യം, ആർക്കും ആരെയും വേണ്ട. രാജു വിവരണം ഒന്ന് നിർത്തി. ആ കാലവും ഈ കാലവും വ്യത്യാസമില്ലേ രാജീവ്? അന്നത്തെ ജനറേഷൻ വേറെ ലെവലായിരുന്നു, സതീഷ് അഭിപ്രായപ്പെട്ടു. അതൊക്കെ ശരി തന്നെ, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മാറ്റം. അന്ന് അമ്മയും ഞാനുമൊക്കെ ഒരു പ്രതിഫലേച്ഛയും കൂടാതെ എല്ലായിടത്തും എത്തി വേണ്ടത് ചെയ്തു കൊടുക്കുമായിരുന്നു, അറിയോ? തിരിച്ചതുപോലെ വേണമെന്നല്ല, എന്നാലും വല്ലപ്പോഴും ഒന്ന് വിളിച്ചന്വേഷിക്കുക കൂടിയില്ല എന്ന് വെച്ചാൽ അതാണ് വിഷമം. അത് രാജീവ് കാലം മാറിയത് മനസ്സിലാക്കാത്തത് കൊണ്ടാട്ടോ. ഇത് 21-ാം നൂറ്റാണ്ടാ, 2026 ആവാൻ പോണേ. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്. കുറച്ച് കാലങ്ങളായി നാട്ടിൽ പോയാൽ ഞാൻ വീട് വിട്ട് ആരുടെ വീട്ടിലും പോകാറില്ല. അവർക്കതിലൊരു പരാതിയുമില്ല. ആകെ പോകുന്നത് കുടുംബക്ഷേത്രത്തിലും പിന്നെ 1-2 കൂട്ടുകാരെ കാണുവാനും മാത്രം. പിന്നെ കുടുംബക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ സ്ഥിതിയൊക്കെ മാറിയില്ലേ? വലിയ പൈസക്കാരായി. മക്കളും പേരക്കുട്ടികളും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെയാണ്. അതല്ലെങ്കിൽ UK അമേരിക്കയിലോ ഒക്കെയാണ്. നാട്ടിൽ അവർക്ക് ധാരാളം പ്രോപ്പർട്ടികളായി, വലിയ വീടുകളായി, വാഹനങ്ങളായി. ഇനിയിപ്പോൾ എന്തിനാ അവർക്ക് മറ്റുള്ളവർ? മാത്രമല്ല അവർക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ലാത്തവരും ആയിരിക്കും. പണ്ട് ഞാൻ കൈപ്പിടിച്ച് നടത്തിയവർക്ക് പോലും എന്നെ ഓർമ്മ ഉണ്ടാവില്ല. സതീഷിനറിയോ, മോരും പാലും പഞ്ചസാരയും ഉള്ളിയും തക്കാളിയും അടക്കം പരസ്പരം കടം വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാ നമ്മളൊക്കെ അല്ലേ? ഇന്നെല്ലാം തികഞ്ഞപ്പോൾ ബന്ധുക്കളുമില്ലാതെയായി, ബന്ധങ്ങളുമില്ലാതെയായി. രാജീവ്, ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ ബന്ധങ്ങൾക്കും പുറകിൽ സ്വാർത്ഥതകളുണ്ട്. എന്തോ അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള കാര്യസാധ്യതയ്ക്കോ നേട്ടത്തിനോ ആയിട്ടാണ് ഓരോ ബന്ധവും ഉണ്ടാകുന്നതും നിലനിർത്തപ്പെടുന്നതും. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ശരിയായിരിക്കാം, എന്നാലും വന്ന വഴി മറക്കാമോ സതീഷ്? ഇത് 2025 ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ 2026 ആകും. ഇന്ന് ബന്ധുക്കളില്ല, കുടുംബാംഗങ്ങളില്ല, നാട്ടുകാരോ സുഹൃത്തുക്കളോ ഇല്ല. എല്ലാം ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്സ് മാത്രം.
ഒരുതരം ബിസിനസ് യുഗം. നൽകുന്നവനും നേടുന്നവനും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ. അത് തീരുന്നത് വരെയുള്ളൂ ഈ ബന്ധങ്ങൾ. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ, നേട്ടമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ശരിയാണ്, പക്ഷേ എനിക്കതങ്ങോട്ട് അംഗീകരിക്കാനാണ് പ്രയാസം. അംഗീകരിച്ച മതിയാകൂ രാജീവ്. അന്നും ഇന്നും എന്നും സത്യത്തിൽ ഓരോ ബന്ധവും വ്യക്തമായ ചില നേട്ടങ്ങൾക്കായിട്ടുള്ളത് തന്നെ. അന്ന് പൊതുവെ ദാരിദ്ര്യമായിരുന്നു. സാധനങ്ങളും പച്ചക്കറികളും വാങ്ങിക്കുവാനാണെങ്കിൽ പട്ടണങ്ങളിൽ പോകേണ്ടിയിരുന്നൊരു കാലം. അപ്പോൾ കടം വാങ്ങാതെ തരമില്ലല്ലോ. പിന്നെ പണവും തീരെ കുറവ്. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മരുന്നിന്, പഠന ചിലവുകൾക്ക്, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക്, കൃഷി നടത്തുവാൻ, വേലി കെട്ടിക്കുവാൻ, എന്തിനും ഏതിനും പണം വേണം. അപ്പോൾ ബന്ധുക്കളെ, നാട്ടുകാരെ ആശ്രയിക്കാതെ നിവൃത്തിയിലായിരുന്നു. ചുരുക്കം എല്ലാ ബന്ധങ്ങളിലും സ്വാർത്ഥകളുണ്ടെന്നർത്ഥം. ഫിലോസഫിയല്ല, പച്ചയായ പരമാർത്ഥങ്ങളാണ് സതീഷ് പറഞ്ഞു വരുന്നതെന്ന് രാജുവിന് തോന്നി. അച്ഛനമ്മമാർ വല്ലതും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ച് മക്കളെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വീടോ പറമ്പോ വാങ്ങി നൽകിയാൽ ആ മക്കൾ കഷ്ടപ്പെടില്ല. ആരും ആരെയും ഇന്നത്തെ കാലത്ത് സഹായിക്കില്ല. ഒരു പരിധിയിലധികം ആർക്കും സഹായിക്കാനുമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിവൃത്തിയില്ലായ്മകളാണ് പണ്ടത്തെ പല ബന്ധങ്ങൾക്കും ആധാരം. രാജീവിനറിയോ, ഇപ്പോൾ നാട്ടിൽ പോലും വീട്ടുകാരും അയൽവാസികളും തമ്മിൽ ബന്ധമില്ല. ബാംഗ്ലൂരിലും മുംബൈയിലുമൊക്കെ കണ്ടിട്ടില്ലേ? രാവിലെ വാതിൽ തുറന്ന് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു, കുട്ടികൾ പഠിക്കുവാനും. വൈകിട്ട് തിരിച്ചെത്തി വാതിലടച്ചാൽ പിറ്റേന്നായിരിക്കും വീണ്ടും തുറക്കുക. അണുകുടുംബം എന്ന് പറയാറില്ലേ? തൊട്ടയൽപ്പക്കത്ത് ഒരത്യാഹിതം സംഭവിച്ചാൽ പോലും ആരും അറിയുകയില്ല. ഇനി അറിഞ്ഞാലും അന്വേഷിച്ച് പോവുകയുമില്ല. സതീഷ് വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു. വണ്ടി ഈരോഡ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു. നമുക്ക് വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. രാജീവ് എഴുന്നേറ്റു. നല്ല വിശപ്പുണ്ട്. അയാൾ പുറത്തിറങ്ങി 2 പ്ലേറ്റ് ഇഡ്ഡലി വട വാങ്ങി മടങ്ങിയെത്തി. തണുത്തു പോയിരിക്കുന്നു. എന്നാലും കഴിക്കുക തന്നെ. അത്യാവശ്യം സ്വാദൊക്കെയുണ്ട്. ഇനി വീട്ടിലെത്തി മാത്രം ഉച്ചഭക്ഷണം. വണ്ടി വീണ്ടും നീങ്ങി തുടങ്ങി. രാജീവിനറിയോ, ബാംഗ്ലൂരിലെത്തിയ എനിക്ക് എൻ്റെ സ്വന്തക്കാരിൽ നിന്നും എത്ര അവഗണനകളാണ് കിട്ടിയതെന്ന്. അവരെല്ലാം അതിന് ഉത്തരവാദി കേട്ടോ, ഞാൻ തന്നെയാണ്. അമേരിക്കയിലെ എൻ്റെ ചില ബന്ധുക്കൾ പഠിപ്പിച്ചു, എന്നിട്ടും ഞാൻ പഠിച്ചില്ല. ഇപ്പോൾ ഏതായാലും പഠിച്ചു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഹാപ്പിയുമാണ്. മാർത്തഹള്ളിയിലെ റൂമും ഓഫീസും വിട്ടാൽ എനിക്ക് വേറെ ഒരു പരിപാടിയുമില്ല. ബാംഗ്ലൂരിലെ എൻ്റെ സ്വന്തക്കാർക്ക് ഞാനിപ്പോൾ എവിടെ എന്ന് പോലും അറിവുണ്ടാകുകയില്ല. അവരായി അവരുടെ പാടായി, ഞാനായി എൻ്റെ പാടായി. രാജീവിനറിയോ ഇതിൻ്റെ ഗുണം എന്താണെന്ന്? രാജീവ് അറിയില്ലെന്ന് തലയാട്ടി. ആർക്കും എന്നെക്കുറിച്ച് ഒരു പരാതിയും കാണില്ല. പണക്കാരുടെ മുമ്പിൽ വണങ്ങാനുമില്ല, സാധുക്കളുടെ മുമ്പിൽ അഹങ്കരിക്കാനുമില്ല. എനിക്കെൻ്റെ ജീവിതം, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, സങ്കടങ്ങൾ. കിട്ടുന്ന ശമ്പളത്തിൽ സമാധാനമായി കഴിഞ്ഞു പോകുന്നു. വീട്ടിൽ നിന്ന് നല്ല പ്രഷറുണ്ട് കല്യാണം കഴിക്കാൻ. പക്ഷേ എനിക്ക് അതിന് പേടിയാണ് രാജീവ്. പല പ്രതീക്ഷകളോടെയാവും പെൺകുട്ടിയെ എന്നെ അവർ ഏൽപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഉയരുവാനായില്ലെങ്കിൽ അവരുടെ അവഗണനയും കുറ്റപ്പെടുത്തലുകളും ഞാൻ തന്നെ സഹിക്കണ്ടേ? സതീഷ് നിശബ്ദനായി ഏതോ ചിന്തയിലാണ്ടു. ശരിയാണ്, രാജീവും ചിന്തിച്ചു. സതീഷ് പറയുന്നത് വളരെ ശരിയാണ്. ഒരാളെയും ആശ്രയിക്കാതെ, ഒട്ടും ശല്യപ്പെടുത്താതെ, അവനവന് കഴിയുന്ന വിധം മാന്യമായി ആത്മാഭിമാനത്തോടെ കഴിഞ്ഞു പോകാനായാൽ അതിൽ പരം ഈശ്വരാനുഗ്രഹം മറ്റെന്ത്? സത്യത്തിൽ ദാസേട്ടൻ പാടിയതുപോലെ സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം? ആരും ആരുടെയും സ്വന്തമല്ല. സാഹചര്യങ്ങൾക്കും ഇഷ്ടത്തിനുമനുസരിച്ച് കൊള്ളാനും തള്ളാനുമുള്ള ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നിഴൽ പോലും സ്വന്തമല്ല. എപ്പോഴും കൂടെ കാണും എന്ന് കരുതിയവരാരും ഇന്ന് തന്നോടൊപ്പമില്ല എന്നതാണ് വസ്തുത. ദിവസവും പലകുറി ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും കഷ്ടപ്പെട്ട് ഏതാനും തവണ പോയി കണ്ട് സൗഹൃദത്തിന് ബലം കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സുഹൃത്ത് പെട്ടെന്നൊരു നാൾ ഓന്തിനെ പോലെ നിറവും സ്വഭാവവും മാറ്റിയത് തൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല. എത്ര പെട്ടെന്നാണ് ചേർത്ത് നിർത്തിയവരെയൊക്കെ തള്ളിമാറ്റി നിർദ്ദയം പോകുവാൻ അവർക്കാകുന്നത്. മുമ്പൊക്കെ
ഒറ്റപ്പെടൽ വേദനയും ഭീതിയും ജനിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരാൾ ബന്ധപ്പെടുവാനോ സൗഹൃദത്തിനോ തുനിയുമ്പോഴാണ് ഭയക്കേണ്ടത്. എപ്പോൾ നമ്മെ ഒഴിവാക്കുമെന്നറിയില്ലല്ലോ. ഒരു തരത്തിൽ സതീശൻ പറഞ്ഞതാണ് ശരി. അയാളുടെ തീരുമാനങ്ങൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അഭികാമ്യം തന്നെ. ഒറ്റയ്ക്ക് ജീവിക്കാൻ അയാൾ ശീലിച്ചു കഴിഞ്ഞു. അല്ലലും അലട്ടലുമില്ലാതെ ജീവിതം സുഖം, സുന്ദരം, സമാധാനപൂർണ്ണം. താനും എടുക്കേണ്ട ഇത്തവണത്തെ റെസൊല്യൂഷൻസ് മറ്റൊന്നുമല്ല. ആൾക്കൂട്ടത്തിൽ തനിയായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് കാണിക്കാത്ത ഒരു ബന്ധവും ഇനി അങ്ങോട്ടും വേണ്ട. തനിക്കിഷ്ടമുള്ളവരെയല്ല സ്നേഹിക്കേണ്ടത്, തന്നെ സ്നേഹമുള്ളവരെയാണ് താൻ ഇഷ്ടപ്പെടേണ്ടത്. അവരെയാണ് പരിഗണിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും. കാണുന്നതും സംസാരിക്കുന്നതും ഇഷ്ടമല്ലാത്തവരെ ഗൗനിക്കേണ്ട കാര്യമേയില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. തന്നെ കാണണമെന്നുള്ളവരെ മാത്രം പോയി കാണുക. തൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കൂരി കൊടുക്കുക. പാത്രമറിഞ്ഞ് മാത്രം വിളമ്പുക. 2026 ലോകത്തിനനുസരിച്ച് ഇനിയെങ്കിലും മാറിയേ പറ്റൂ. സതീഷ്, രാജീവ് വിളിച്ചു. യെസ്. സതീഷ് ചോദ്യഭാവത്തിൽ നോക്കി. എനിക്കിപ്പോൾ മനസ്സിലായി എന്തായിരിക്കണം എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന്. എനിക്ക് തോന്നി എൻ്റെ സംസാരം കേട്ട് രാജീവ് ചില തീരുമാനങ്ങൾ എടുത്തു കാണുമെന്ന്. അതെന്തൊക്കെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പറഞ്ഞു തരണമെന്നുമില്ല. കാരണം എനിക്ക് ഊഹിക്കാം. നല്ലത്. നമുക്കെല്ലാവരും വേണം രാജീവ്. ജീവിതം ഒരു യാത്രയാണ്, മരണം വരെയുള്ള ഒരു യാത്ര, എല്ലാവരും ഒത്തുമുള്ള യാത്ര. പക്ഷേ എല്ലാവരെയും ഒരകലത്തിൽ മാത്രം നിർത്തുകയാണ് എപ്പോഴും ബുദ്ധി. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയും അരുത്. ആർക്കും, പ്രത്യേകിച്ച് അർഹതയില്ലാത്തവർക്ക് നമ്മളെയും നൽകരുത്. കാരണം സൗജന്യമായത് ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുമ്പോൾ അതിന് വില കാണില്ല. വണ്ടി കോയമ്പത്തൂരിനോട് അടുക്കുകയാണ്. നന്ദി സതീഷ്, എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന്. രാജീവ് സതീഷിന് നിറച്ചിരിയോടെ കൈ കൊടുത്തു. അതൊക്കെ കൊള്ളാം, പക്ഷേ നമുക്കിടയിൽ ആ റെസൊല്യൂഷനൊന്നും വേണ്ട കേട്ടോ രാജീവ്. ഇരുവരും ഹൃദ്യമായി ഉറക്കെ ചിരിച്ചു. കഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.